ഹലോ മക്കളെ, എന്തായി നിങ്ങളുടെ പഠിത്തമൊക്കെ? നന്നായി പഠിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. നാളെയാണ് നമ്മുടെ ഫിസിക്സ് അല്ലേ? അപ്പോൾ ഇപ്പോൾ മിസ്സ് വന്നിരിക്കുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ന്യൂമറിക്കൽസുമായിട്ടാണ്. എല്ലാവർക്കും ന്യൂമറിക്കൽസിലാണ് മാർക്സ് പോവുക എന്നൊക്കെ കേട്ടു. ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽസ് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ PDF-നകത്ത് ന്യൂമറിക്കൽസ് മാത്രമല്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഡെറിവേഷൻസ് മെയിനായിട്ട്, ന്യൂമറിക്കൽസ് അല്ല, ഡെറിവേഷൻസ് കൂടെ ഉണ്ട്. പല ഡെറിവേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കണം. സോ ഞാൻ എല്ലാ ഡെറിവേഷൻസും ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല, സമയം പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ന്യൂമറിക്കൽസ് ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ട് ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു വിടുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷനും ടു ഡിറൈവ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അല്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ നോക്കിക്കേ. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ആണ് v² = v0² + 2ax. ഇത് തന്നെയാണ് ഈ v0² എന്ന് പറയുന്നതും u തന്നെയാണ്, ഇനീഷ്യൽ വെലോസിറ്റി തന്നെയാണ്. x എന്ന് പറയുന്നത് s തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷനകത്ത് എത്രയൊക്കെ ടേംസ് ഉണ്ടോ ആ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LT⁻⁻1² ഈക്വൽസ് v0² എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് LT⁻⁻1² ദാറ്റ് ഈസ് ഈക്വൽ ടു 2as എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ ഫോർമുല ഇറ്റ്സ് കോൺസ്റ്റൻറ്റ്, അതിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി LT⁻2 ആണ് ഇൻറ്റു ഇതെന്ന് പറയുന്നത് s തന്നെയാണ് അല്ലേ? ദാറ്റ് ഈസ് ഇൻറ്റു L. അപ്പോൾ ഇത് നമ്മൾ സ്ക്വയർ ചെയ്തേ L² T⁻2 ഈക്വൽസ് L² T⁻2 ഈക്വൽസ് ഇവിടെ L ഇൻറ്റു L വരുന്നുണ്ട്, L² T⁻2. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഓൾ ദ ടേംസ് ഇൻ ദിസ് ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി ഈക്വൽ, ഹെൻസ് ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. അടുത്തത് വോളിയം ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ത്രൂ എ പൈപ്പ് ഇൻ എ ഗിവൺ ടൈം ഇസ് v = Ka² ut. അപ്പോൾ വോളിയമാണ് v തന്നിരിക്കുന്നത്. സോ L³ = K, ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കേണ്ട. ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് വായിച്ച സമയം കളയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ട്. A ഇസ് ഏരിയ. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് L² ആണ്. പക്ഷേ നമുക്ക് A² തന്നിരിക്കുന്നുണ്ട്. L² സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? L⁴ വരണം. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി ആണ്, LT⁻⁻1 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് t ആണ്. അപ്പോൾ T⁻⁻1ഉം T⁻1ഉം ക്യാൻസലായോ? ബാക്കി എന്തുണ്ട്? L³ L⁵ ഇത് ഡയമെൻഷനലി ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി നോട്ട് കറക്റ്റ്. നമുക്ക് ഇക്വേഷൻ കറക്റ്റ് എന്ന് പറയാനോ തെറ്റെന്ന് പറയാനൊന്നും പറ്റത്തില്ല, പക്ഷേ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി റോങ് ആണ് അല്ലേ? ഓക്കെ. അടുത്തത് a planet moves around the sun in nearly circular orbits. Its period depends on റേഡിയസിനെയും മാസിനെയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആര്? ടൈം പീരീഡ് ഓഫ് ദ പ്ലാനറ്റ്. അപ്പോൾ ടു ഡിറൈവ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്നുള്ള ചോദ്യമാണ്. യെസ്, അപ്പോൾ ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റേഡിയസ്, മാസ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പോൾ ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ റേഡിയസ്, മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. R⁴A, M⁴B ആൻഡ് G⁻C അല്ലേ? ഇനി നമ്മൾ ഡയമെൻഷണൽ ഫോർമുല കൊടുത്തേ. ടൈം പീരീഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല T തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം K. R എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. സോ L⁻². ഡയമെൻഷണൽ ഫോർമുല ഇസ് L. മാസിൻ്റെത് M തന്നെയാണ്, M⁻B. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾക്ക് അറിയുന്നതാണ്, M⁻⁻1. അതെങ്ങനെയാണ്? FR²/m1 m2 എന്നുള്ള ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുക. M⁻⁻1 L³ T⁻². M⁻⁻1 L³ T⁻², the whole raised to c. ഇനി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഇനി ഒരേ പിന്നെ ഡയമെൻഷണൽ ഉള്ള ആൾക്കാരെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം നമുക്ക് M എടുക്കാം. M⁻B ഉണ്ട്. M⁻⁻1 the whole raised to c എന്ന് പറഞ്ഞാൽ M⁻⁻c. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ എങ്ങനെ എഴുതി? M⁻B⁻C എന്ന് എഴുതി. ഇനി Lൻ്റെ നോക്കിക്കേ, L⁻A ആണ്. ഇവിടെ L ഇല്ല, ഇവിടെ L⁻3c. അപ്പോൾ +3c. മനസ്സിലായോ? L⁻A ഇൻറ്റു L⁻3c. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാലോ, A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ A⁻m+n ആണെന്ന് അറിയാലോ. യെസ്, അതുപോലെ തന്നെ ചെയ്യാണ്. ലാസ്റ്റ് ഇസ് T⁻2c. ഇപ്പുറത്ത് ആരേ ഉള്ളൂ? ഇപ്പുറത്ത് T മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പുറത്ത് T മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്തേ, നമുക്ക് T മാത്രം ആദ്യം എടുക്കാം.
ടി റേസ് ടു 1 ഈക്വൽസ് ഇപ്പുറത്തെ ടി റേസ് ടു -2c. 1 is equal to -2c. c is equal to, മക്കളെ ഇത് ശ്രദ്ധിക്കുക, 1 is equal to -2c ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ c അവിടെ നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായി മാറുകയാണ് ചെയ്യുക? ഡിവിഷൻ ആണ്. പ്ലസ് ആണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവുക, അല്ലെങ്കിൽ മൈനസ് പ്ലസ് ആവും. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും. ഡിവിഷൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ c is equal to -1/2. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് സി ഉള്ള ടേം ഒന്നുകിൽ ഇത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഇതെടുക്കാം. ഫസ്റ്റ് ബി കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പുറത്ത് എം ഇല്ല. എം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് m⁻0 ഈക്വൽസ് m⁻b-c. അതായത് b-c ഈസ് ഈക്വൽ ടു 0. നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും, സി ആവും. ഇനി സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ആ സി ഇസ് -1/2. അപ്പോൾ ബിയും നമുക്ക് എന്തോ കിട്ടി? -1/2 എന്ന് കിട്ടിയോ? കിട്ടി അല്ലേ? യെസ്. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്? യെസ്, എന്താണ്? എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എല്ലിൻ്റെ ഇക്വേഷൻ എടുക്കാം. എൽ ഇപ്പുറത്തില്ല. അപ്പോൾ l⁻0 is equal to l⁻a+3c. a+3c is equal to 0. എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങോട്ടേക്ക് പോവുക, -3c എന്ന് വരും. -3 ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാണ്? -1/2. മൈനസും മൈനസും കട്ടായി. എയുടെ വാല്യൂ നമുക്ക് എന്തോ കിട്ടി? a = 3/2 കിട്ടിയോ? അപ്പോൾ 3 അൺനോൺ കിട്ടി. എയും ബിയും സിയും കിട്ടി അല്ലേ? എയും ബിയും -1/2 ആണ്. സോറി, ബിയും സിയും -1/2 ആണ്. എ എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ അവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു, എക്ക് പകരം നമുക്ക് 3/2 എന്ന് കൊടുക്കുക. ദെൻ എം റേസ് ടു ബിക്ക് പകരം എന്ത് കൊടുക്കുക? -1/2 എന്ന് കൊടുക്കുക. ജി റേസ് ടു സിക്ക് പകരവും -1/2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. നിങ്ങൾ ഇവിടം വരെ ചെയ്ത് വെച്ചാലും നമുക്ക് മാർക്ക് കിട്ടും. ഇതല്ലെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാം? ടി ഇസ് ഈക്വൽ ടു ഓൾറേസ്റ്റ് 1/2 എന്ന് പറയുന്നത് എന്താണ്? റൂട്ടാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും താഴെയാണ് വരുന്നത്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു √r³ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ജി, അല്ലെങ്കിൽ r³/gm. ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടുപിടിച്ചുണ്ടോ? നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ച ഇക്വേഷൻ ആണ്, ഓർമ്മയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The restoring force developed in a spring extended by a length x is F is equal to -kx. The dimensional formula of k is. നമ്മൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എനർജി പവറിനകത്തുള്ള എന്താണ്? ഹൂക്സ് ലോയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്താണ് വരുന്നത്? k is equal to F/x അല്ലേ? കാരണം F is equal to -kx ആണെന്നറിയാം. അതുകൊണ്ട് അതിനകത്ത് k is equal to F/x. ന്യൂമറിക്കൽ ഫോർ ഫോഴ്സ് അല്ല, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സസ് mLT⁻²/L. ഇതും കട്ടായി കഴിഞ്ഞാൽ MT⁻²- ആണ് നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല ഫോർ k എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് റിലേഷൻ. യെസ്, അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, v = √gm/r. അപ്പോൾ ഇങ്ങനെ റൂട്ടായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രണ്ട് വശവും സ്ക്വയർ ചെയ്താൽ മതി. v² is equal to, അപ്പോൾ റൂട്ട് അങ്ങ് പോവും, gm/r. v എന്ന് പറയുന്നത് എന്താണ്? LT⁻1 the whole square is equal to g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് m⁻1 L³ T⁻². ചില ഡയമെൻഷണൽ ഫോർമുലയുടെ ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും, ജി അങ്ങനത്തെയൊക്കെ കേട്ടോ. അപ്പം മാസ് എം ആണ്, ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പം എല്ല് കൊടുക്കുക. ഇവിടുത്തെ ഒരു എല്ലും ഇതും കട്ടായി, m⁻1 ഇതും കട്ടായി. അപ്പോൾ ഇവിടെ ഇത് കട്ടായപ്പോൾ L² ആയി. L² T⁻². ഇപ്പുറത്തും L² T⁻² അല്ലേ വരുന്നത്. സോ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, സ്ക്വയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ PDF നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് അയച്ചേക്കാം. നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളൂ. മിസ്സിൻ്റെ നമ്പറും അതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, വാട്ട് യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ന്യൂമറിക്കൽസ് മാത്രമല്ല, ചില ക്വസ്റ്റ്യൻസും ചില ഡെറിവേഷൻസും ഒക്കെ വരും ഇതിനകത്ത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി നിങ്ങൾ സ്ഥിരമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. all the terms in an equation should have the same dimensional formula. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഓരോ ടേമിനും ഡയമെൻഷണൽ ഫോർമുല സെയിം ആയിരിക്കും. അല്ലാണ്ട് ഓരോ ക്വാണ്ടിറ്റിക്കല്ല. ഇപ്പോൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേ
ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കും. ഇനി ഇത് വെച്ചിട്ട് നമ്മളോട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇനി ഇതാ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ ഈ ഒരു 0 വരുന്നുണ്ട്. ഈ 0 ഒരു ഡെസിമലിലെ സ്റ്റാർട്ടിങ് വരുന്ന 0 ആണ്. ഇതെന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ ഈ സീറോസൊക്കെ എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സിൻ്റെ ഇടയിൽ വരുന്നതായതുകൊണ്ട് ഇതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ പാർട്ടും ഒരു ഡെസിമൽ പാർട്ടും ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ 1, 2, 3, 4, 5 രണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് തന്നെയാണ്? 5 തന്നെയാണ് വരുന്നത്. രണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോർമുല 5 ആണ്. യെസ്, അടുത്തത് ഗ്രാഫിൽ നിന്നുള്ള ചോദ്യമാണ്. The speed time graph for a particle moving along a fixed direction is shown in the figure given below. Calculate the distance traveled by the particle between t equals 0 to t equals 10 seconds. 0ക്കും 10നും ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പം നിങ്ങൾ നോക്കിക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതി നോക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ദെൻ ആക്സിലറേഷൻ, ഇങ്ങനെ എഴുതുക. ഈ ഓർഡറിലാണല്ലോ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുക. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് എടുത്താൽ മതി. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ കിട്ടാനും നമുക്ക് സ്ലോപ്പ് എടുത്താൽ മതി. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനും നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നാം നോക്കിക്കേ, നമുക്കിവിടെ തന്നിരിക്കുന്ന ഇതെന്തായിരുന്നു? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ്, അതായത് സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ഡിസ്റ്റൻസ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ്, ഇപ്പോൾ വിയും ടിയും ആയിക്കോട്ടെ, നമുക്ക് സ്പീഡ് ടൈം ഗ്രാഫ് എന്നാണ് തന്നിരിക്കുന്നത്, കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ? ഏരിയ കണ്ടുപിടിച്ചേ. ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എത്രയാണ് വരുന്നത്? ഇതാണ് മൊത്തം ബേസ്, അപ്പോൾ 10. ഹൈറ്റ് എത്രയാണ് വരുന്നത്? 12. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഇത് കട്ടായി 5, 12 × 5 എത്ര കിട്ടി? 60 മീറ്റേഴ്സ്. ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമുക്ക് പെട്ടെന്ന് ഗ്രാഫ് കാണുമ്പോൾ അയ്യോ ഇത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാണ്, വെറുതെ നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതായി പോകുന്നത് കേട്ടോ. നമ്മളെല്ലാം കോൺഫിഡൻസോട് കൂടി ഫേസ് ചെയ്യും. ഏതൊരു ക്വസ്റ്റ്യനും എനിക്കിത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് ചിന്തിച്ച് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ക്യാൻ എ ബോഡി പോസസ് 0 വെലോസിറ്റി ആൻഡ് സ്റ്റിൽ ആക്സിലറേറ്റ്? എക്സ്പ്ലെയിൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. യെസ്, നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക. പക്ഷേ ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം അല്ല. ആക്സിലറേഷൻ ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ അവിടെ ആക്സിലറേഷൻ 0 ആവുള്ളൂ. അതർവൈസ് വെലോസിറ്റി 0 ആവുന്ന കേസിലും ആക്സിലറേഷൻ ഉണ്ടാവും. നമ്മുടെ എക്സാമ്പിൾ എന്താണ്? ഒരു ബോഡി മാക്സിമം ഹൈറ്റിൽ നിൽക്കുമ്പോൾ ആ ബോഡി താഴേക്ക് വരികയാണ്. മാക്സിമം ഹൈറ്റിൽ നിൽക്കുമ്പോൾ എന്താണ്? ആ ബോഡിയുടെ വെലോസിറ്റി 0 ആണ്, പക്ഷേ അതിന് ആക്സിലറേഷൻ ഉണ്ട്. എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഓസിലേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. പെൻഡുലത്തിൻ്റെ കേസിൽ മീൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ ആക്സിലറേഷൻ 0 ആണ്, പക്ഷേ വെലോസിറ്റി മാക്സിമം ആണ്. എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോൾ എന്താ വരിക? ആക്സിലറേഷൻ മാക്സിമം ആകും, പക്ഷേ വെലോസിറ്റി 0 ആകും. അപ്പോൾ ആ കേസ് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കൂ. A body takes 5 minutes to ride a cycle on a horizontal circular track of radius 2 km. What is the distance, displacement, average speed of the boy in the following cases? ഒരു ബോയ് ഒരു സർക്കുലർ ട്രാക്ക് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ റേഡിയസ് 2 കിലോമീറ്റേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. 5 മിനിറ്റാണ് എടുക്കുന്നത് ഇത് റൈഡ് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോയ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ തിരിച്ച് ഇവിടം വരെ എത്തി. അപ്പോൾ 2πr അല്ലേ? ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ? സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തിരിച്ചെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 0. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2πr/t, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം എടുക്കുക. അപ്പോൾ 2π × r എന്ന് പറയുന്നത് നമുക്ക് റേഡിയസ് കിട്ടിയത് എന്താണ്? റേഡിയസ് 2 കിലോമീറ്റർ ആണ്. അപ്പോൾ കിലോമീറ്റേഴ്സിനെ മീറ്റേഴ്സിലേക്ക് ആക്കിയതാണ് ഇവിടെ 2000 എന്ന് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ടൈം എത്ര തന്നിരിക്കുന്ന? ടൈം 5 മിനിറ്റ്സ് ആണ്. മിനിറ്റ്സിനെ എന്താക്കി മാറ്റണം? നമ്മൾ സെക്കൻഡ്സിലാക്കി മാറ്റണം. അപ്പം മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് ആൻസർ കിട്ടുക. വാട്ട് ഈസ് ആൻസർ? 41.87 മീറ്റർ പെർ സെക്കൻഡ്. സംശയമൊന്നും ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ?
രണ്ടാമത്തെ കേസ് നോക്കിക്കേ, ആസ് ഹി ഈസ് അറ്റ് ദ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ഓൺ ദ ടാർക്ക്. നമ്മളിത് സ്ട്രേറ്റ് ലൈൻ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഇനീഷ്യൽ ടോപ്പിക്കിൽ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇയാളിങ്ങനെ പോയി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അല്ലേ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തുമ്പോഴുള്ള ഡിസ്റ്റൻസ് എന്താ വരുന്നത്? പയ്യാർ. പകുതി സർക്കിൾ അല്ലേ പോകുന്നുള്ളൂ, അപ്പോൾ പയ്യാർ അല്ലേ? യെസ്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടസ്റ്റ് പാത്താണ്. അയാൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇവിടം വരെയുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്താണ്? എ ബി, ദാറ്റ് ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അതാണ് 2r എന്ന് തന്നിരിക്കുന്നത്. അടുത്തത് എന്താണ്? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്ത് എത്രയാണ്? πr ഡിവൈഡഡ് ബൈ ടൈം. എന്താണ് ടൈം എന്ന് പറയുന്നത്? പകുതി ടൈം അല്ലേ എടുക്കുകയുള്ളൂ അവിടെ നിന്ന് അവിടെ വരെ വരാൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. 2.5 × 60 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അതെ. ഇനി velocity time graph of a ball thrown vertically upwards with an initial velocity shown in the figure. ഇതല്ലോ ഈ ഫിഗർ വരയ്ക്കാൻ, ഈ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. എന്താണ് ഗ്രാഫ്? ഇങ്ങനെ ചോദിക്കുന്നത്, ഒരു ബോള് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ബോള് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു. ഒരു ബോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയും. അപ്പോൾ ഒരു ബോൾ നമ്മൾ താഴെ നിന്ന് എറിയുമ്പോൾ അതിന് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ടാവും. ഈ ബോൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി എന്താവും? കുറഞ്ഞ് എവിടെ എത്തും? 0-ലെത്തും. പിന്നെ ആ ബോൾ മുകളിൽ പോയിട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഇത് വരയ്ക്കുക അല്ലേ? അങ്ങോട്ട് പോകുന്ന വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ താഴത്തേക്ക് വരുന്നത് നെഗറ്റീവ് എന്ന് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇനീഷ്യലി വെലോസിറ്റി കൊടുത്തത് 0-ലെത്തി, പിന്നെയും താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി. ഇവിടെയും വെലോസിറ്റി കൂടുകയാണ്, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലാണ് കൂടുന്നത് താഴേക്ക് വരുന്നതുകൊണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് സ്പീഡ് ആൻഡ് ടൈം. സ്പീഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്പീഡ് താഴെ നിന്ന് എറിഞ്ഞപ്പോൾ വെലോസിറ്റി കുറഞ്ഞു, മുകളിലെത്തുമ്പോൾ അതിന് താഴേക്ക് വീണ്ടും വരുമ്പോൾ സ്പീഡ് കൂടി. അതാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോൾ? എത്ര വെലോസിറ്റിയിലാണ് ഇത് അറിഞ്ഞത്? 100 m/s വെലോസിറ്റിയിൽ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ ഡ്യൂറിങ് 20 seconds ഫ്രം ദ ഗ്രാഫ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിൾ എടുക്കുക. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ 1/2 ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്? 10 അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 100 അല്ലേ? പ്ലസ് രണ്ടാമത്തെ കേസിൽ 1/2 ഈ ബേസ് എത്രയാണ് കണ്ടുപിടിക്കുക? 20 - 10 എത്രയാണ് വരുന്നത്? 10 അല്ലേ? അപ്പോൾ 1/2 10 ഹൈറ്റ് എത്രയാണ്? 100 അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 500 പ്ലസ് 500 500 പ്ലസ് 500 എത്രയാണ്? 1000 meters ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരിക. 1000 meters. നമ്മളിവിടെ മൈനസ് സൈനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൈനസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അടുത്തത്, കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്സലറേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫാണ് അല്ലേ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ. അപ്പോൾ ഇവിടെ ടൈം 0 ആയിരിക്കുമ്പോൾ വെലോസിറ്റി 100 ആണ്. ടൈം 10 ആയിരിക്കുമ്പോൾ വെലോസിറ്റി എന്താ വരുന്നത്? വെലോസിറ്റി 0 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് T1 V1 T2 V2 എന്നാണെങ്കിൽ V2 - V1 by T2 - T1. V2 എത്രയാ? 0 - 100 by 10 - 0 that is equal to -100 by 10 that is equal to -10 m/s². അതാണ് നമ്മുടെ എന്ത് വരിക? യെസ്, ആക്സലറേഷൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ. VT curve for an object with uniform acceleration is given below. Using this graph, derive the relation ut plus half at² derivation. അത് മിസ്സിന് ഇപ്പോൾ പിന്നെ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. S is equal to ut plus half at² എന്നും v² is equal to u² plus 2as എന്നുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ഗ്രാഫിൽ നിന്ന് ഡെറൈവ് ചെയ്യാനൊക്കെ അറിയുന്നതാണ്. ചിലപ്പോൾ ഗ്രാഫിൽ നിന്നുള്ള ഡെറിവേഷൻ ആയിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക, ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ വഴിയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഈ സംഭവം. ഇനി draw the velocity time graph of a uniformly accelerated object. Using this graph, derive an equation for displacement in terms of. അതാ നമ്മൾ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നേരത്തെ നമുക്ക് ഗ്രാഫ് തന്നിട്ട് വരയ്ക്കാൻ പറഞ്ഞു, പക്ഷേ ഇവിടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. ടൈം 0 ആയിരിക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി V0, ടൈം T ആയിരിക്കുമ്പോൾ V ആണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ആ ഗ്രാഫിനെ നമ്മളൊരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ ഗ്രാഫിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാഫിൽ നിന്ന് ചോദിക്കണമെന്ന് നിർബന്ധമില്ല.
നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുക v equals u plus at, s equals ut plus half at square, v square minus u square is equal to 2as പഠിക്കുക. ഓക്കെ. An object released near the surface of the earth is accelerated downward under the influence of gravity. Write down the equations of motion in case. അപ്പോൾ നമ്മളൊരു ബോഡി താഴേക്ക് ഇടുമ്പോഴുണ്ടാകുന്ന, അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് നോക്കൂ. v equals u plus at, v square minus u square is equal to 2as, അതുപോലെ s is equal to ut plus half at square. ഈ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിൽ താഴേക്ക് വീഴാന്ന് വെച്ചാൽ u 0 ആണ്, ആക്സലറേഷൻ എന്ന് പറയുന്നത് g ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് h ആണ്, h ഹൈറ്റിൽ നിന്നാണ് എറിയുന്നതെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ഇക്വേഷനിലേക്ക് മാറ്റിയാൽ മതി. v is equal to gt, v square is equal to 2gh, h is equal to half gt square. ഇങ്ങനെ ഇക്വേഷൻസ് മാറുന്നതായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ്, പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ഷോൺ ബിലോ. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയാം, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ഡേറ്റ വെച്ചിട്ട് എന്താണോ നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് കണ്ടുപിടിക്കാം ആദ്യം. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആ സ്ലോപ്പ് എടുത്താൽ പോരെ. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് ആദ്യം എടുക്കാം അല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ സ്ലോപ്പ് എടുക്കാം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി -6 - 0 ബൈ ടൈം 3 - 0 അല്ലേ, ദാറ്റ് ഈസ് 2 meter per second. സെക്കൻഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്, ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. 0 - 6 ബൈ ടൈം വരുന്നത് 5 - 3 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -6/2 ഈക്വൽസ് -3 meter per second. അപ്പോൾ v1ഉം v2ഉം കിട്ടിയേ, v1ഉം v2ഉം കിട്ടി. അത് വെച്ചിട്ട് ഗ്രാഫ് വരച്ചാൽ പോരെ. ഇതാ നോക്കൂ, വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് 0, 1, 2 എന്ന് വൈ ആക്സിസിൽ എടുക്കുക, ഈ എക്സ് ആക്സിസിൽ അതുപോലെ തന്നെ നെഗറ്റീവ് വൈ ആക്സിസിൽ -1, -2 അങ്ങനെ എടുക്കുക, നമ്മൾ ടൈമും കൊടുക്കുക. ഇനി നോക്കിക്കേ, ടൈം 0 ആയിരിക്കുമ്പോൾ എന്താണ് വെലോസിറ്റി വരേണ്ടത്? 2 meter per second അല്ലേ. എന്നിട്ട് 3 seconds വരെ അതേ വെലോസിറ്റിയിലാണ് പോകുന്നത്. കാരണം ഇവിടെ നോക്കൂ, നമ്മുടെ 3 seconds വരെ സെയിം വെലോസിറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ 3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബാക്കിയുള്ള 2 സെക്കൻഡ് സമയം ഇത് -3 meter per second വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇടുന്നതാണ് നല്ലത് കേട്ടോ. കാരണം സോളിഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ പല വെലോസിറ്റിയിൽ പോകുന്നതായിട്ടുള്ളൊരു കോൺസെപ്റ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചു, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇവിടെയും ഡോട്ടഡ് ലൈൻസ്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ് വരേണ്ടത്. ഓക്കെ. സോളിഡ് ലൈൻ ഇട്ട് വരച്ചാൽ മാർക്ക് കിട്ടായില്ല, പക്ഷേ അത് ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. നമ്മൾ ഇങ്ങനെ നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മളിങ്ങനെ സോളിഡ് ലൈൻ ഇട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കുക, ഈ 3 സെക്കൻഡിൽ പല വെലോസിറ്റിയിൽ ഈ ബോഡി മൂവ് ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം. തെറ്റല്ലേ? അങ്ങനെയല്ല വരിക കേട്ടോ. ഓക്കെ. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഏരിയ എടുത്താൽ പോരെ. ആദ്യം ഈ ഏരിയ എടുക്കുക അല്ലേ, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എടുക്കുക. ഏരിയ എന്താണ്? ഏരിയ ഓഫ് റെക്ടാംഗിൾസ് ഏരിയ ഇസ് ഈക്വൽ ടു 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 meter എന്ന് കിട്ടി. ഇനി ഇവിടത്തേതാണെങ്കിലോ, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് -3 ഇൻറ്റു ഇതെന്താണ്? ഇത് 2 ആണ്, ഇത് -3 ആണ്. അപ്പം -3 × 2 ദാറ്റ് ഈസ് -6 meters. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ. അടുത്തത്, a particle is moving along x-axis with uniform positive acceleration. Obtain an expression for displacement by drawing vt graph. A ball is thrown vertically upwards with a velocity. അപ്പം നമുക്ക് vt ഗ്രാഫ് വരച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A ball is thrown vertically upwards with a velocity of 20 meter per second from the top of a tower of height 25 meter from the ground. How long does it remain in air? എയറിൽ എത്ര സമയം ഇത് നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? S is equal to ut plus half at square. ഈ ബോൾ എറിയുന്നത് ഒരു 25 meter ഹൈറ്റുള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്നാണ് എറിയുന്നത്. അത് തിരിച്ച് താഴെ ഗ്രൗണ്ടിൽ എത്തുന്നിടം വരെ എത്ര സമയം ഇത് ഉണ്ടായിരുന്നു? നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഇവിടെ എത്തുന്ന സമയം കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയവും കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ടൈം കണ്ടുപിടിക്കാം. അതല്ലാതെ നമുക്ക് ഈ മെത്തേഡിലും ചെയ്യാം. എങ്ങനെയാണ്? ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ബോഡി ഇവിടം വരെ എത്തുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ, പോയി ഇവിടം വരെ എത്തുമ്പോൾ.
പിന്നെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് വരിക? ഇത് താഴേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മളവിടെ ഹൈറ്റ് എന്ത് കൊടുക്കണം? -25 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു യു എത്രയാണ്? 20t ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ഈ ബോഡി താഴെ നിന്ന് മുകളിലേക്കാണ് ആദ്യം എറിഞ്ഞത്. അപ്പോൾ ഇനീഷ്യലി അത് എറിയുന്നതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. അപ്പോൾ -10 × t². ഇത് നമ്മൾ ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. 25 ഇസ് ഈക്വൽ ടു 20t - 5t² എന്നല്ലേ വരിക. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 5t² ഇപ്പുറത്തേക്ക് എടുത്തു, 20t -20t ഇങ്ങോട്ടേക്ക് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ല -25 ഇസ് ഈക്വൽ ടു 0. 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ t² -4t -25 ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് നമുക്ക് എന്താ കിട്ടുക? t -5 ഇൻറ്റു t + 1 ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ കിട്ടുന്നത്. ടിക്ക് ഒരിക്കലും -1 ആവാൻ പറ്റില്ല. അപ്പോൾ ടിയുടെ വാല്യൂ എത്ര കിട്ടണേ? 5 seconds എന്ന് കിട്ടും. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴും ഇത് നമ്മൾ ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇവിടം വരെ എത്തുമ്പോഴുള്ള ഡിസ്റ്റൻസ് ടൈം 2 seconds എന്നാണ് കിട്ടുക. ഇവിടെ നിന്ന് താഴേക്കുള്ളത് 3 seconds എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2 + 3 ചെയ്യുമ്പോൾ അതും 5 seconds തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ ഇത് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അടുത്തത് deduce the equation for the uniformly atlassian motion. അപ്പോൾ അത് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഡിറൈവ് ചെയ്യാൻ പഠിച്ചിരിക്കുക. ഗ്രാഫിൽ നിന്ന് ചോദിക്കുന്നത് സാധ്യത കുറവാണ്, അധികവും കാൽക്കുലേഷൻ വഴിയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അടുത്തത് a car moving along a straight highway with a speed of 126 km/h is brought to stop within a distance of 200 meters. What is the retardation of car? How long does it take to stop the car? അപ്പം നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞ് അവിടെ തന്നിരിക്കുന്നത് 126 km/h ആണ് അല്ലേ. അത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ V0 ആണ്. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ്? 200 മീറ്റർ ട്രാവൽ ചെയ്തു. നമുക്ക് റിട്ടാർഡേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു സ്റ്റോപ്പ് ദ കാർ, ടിയും കണ്ടുപിടിക്കണം. ഇത് കണ്ടോ മക്കളെ? ഇത് നോക്കൂ, നമ്മളൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, പ്രോബ്ലം പേടിയുള്ള കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അങ്ങോട്ട് വായിക്കും. ഇപ്പം എന്തൊക്കെയോ കുറേ വാല്യൂസ് തന്നിരിക്കുന്നു, അയ്യോ എന്ന് എനിക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതങ്ങോട്ട് മാറ്റി വെക്കും. ആദ്യം തന്നെ ഒരു പേടിയോട് കൂടിയാണ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ കാണുക. അങ്ങനെ കാണാതെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഡേറ്റ എഴുതി വെക്കണം, നിർബന്ധമായിട്ടും ഡേറ്റ എഴുതി വെക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ വരും. നോക്കൂ, യു വി എസും എയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? v² - u² = 2as അല്ലേ. ഈ ഡേറ്റ എഴുതി ഇക്വേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ 1 മാർക്കായി. ഇതിന് 1/2 മാർക്കും ഇതിന് 1/2 മാർക്കും 1 മാർക്കായി. എന്നിട്ട് ഇതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ കണ്ടുപിടിച്ചാൽ പോരെ. കണ്ടോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവസാനത്തെ എ തെറ്റിപ്പോയാൽ തന്നെയും നമുക്കവിടെ മാർക്ക് കിട്ടും. അപ്പം 2as = v² - u² അല്ലേ. അപ്പോൾ a = v² - u² അങ്ങനെ തന്നെ വെച്ചു. ഈ 2sനെ താഴേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആ വാല്യൂ ഒക്കെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടിയോ? ഇനി അടുത്ത് എന്താ? ടൈം കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? v = u + at ചെയ്താൽ പോരെ. അപ്പം നമുക്ക് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ v - u = 80 ആണ്. അപ്പോൾ t = t അവിടെ വെച്ചു, ഈ സാധനം ഇവിടെ തന്നെ വെച്ചു, എ മാത്രം താഴേക്ക് കൊണ്ടുവന്നാൽ മതി. കണ്ടോ? അപ്പോൾ ഇത് കിട്ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമും കിട്ടി. ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ. ഫസ്റ്റ് ചാപ്റ്ററിലെ അതായത് സ്ട്രേറ്റ് ലൈനിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ കണ്ടോ, ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഇതൊക്കെ കിട്ടിയോ? സെറ്റാണേ? ഓക്കെ, അടുത്തത് അണ്ടർ വാട്ട് കണ്ടീഷൻ വിൽ ദ ഇക്വാളിറ്റി a × b = a.b ഹോൾഡ് ഗുഡ്? ഒരുപാട് പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. a × b യും a.b യും എപ്പോഴാണ് ഈക്വൽ ആവുക? a × b, അതായത് ഇവിടെ നോക്കണേ a × b ഇട്ടിട്ട് 2 വശത്ത് ഒരു ഇങ്ങനെ ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ? ഇതിനർത്ഥം എന്താ? നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, ഡയറക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. a × b എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ab sin θ × n ആണ്. പക്ഷേ നമ്മളവരുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് ab sin θ = ab cos θ എന്ന് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് ab കട്ടായിട്ട് sin θ = cos θ. sin θയും cos θ ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? 45 ഡിഗ്രി ആകുമ്പോഴല്ലേ. sin 45 എന്ന് പറയുന്നതും cos 45 എന്ന് പറയുന്നതും 1/√2 ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. ഇനി അതിൻ്റെ ബി പാർട്ട് നോക്കിക്കേ. 2 forces 5 Newton and 7 Newton are acting at a point. The angle between them is 60 degrees. Find the resultant force. Direct substitution. Root of f1 square plus f2 square plus 2 f1 f2 cos theta. Like root of a square plus b square plus 2ab cos theta എന്ന് എഴുതാനും പ്രശ്നമൊന്നുമില്ല.
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറക്റ്റായിട്ട് നമുക്ക് cos 60 ആണ്, cos 60യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഇത് ഫുള്ള് സോൾവ് ചെയ്യണം, എന്നിട്ട് വേണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. അപ്പോൾ 25 + 49 ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 35 കിട്ടും. സംഭവം കിട്ടി. എളുപ്പം അല്ലേ? വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യം. അടുത്തത് ക്വസ്റ്റ്യൻ പ്ലെയിൻ ആണ്. A stone of mass m is projected with a velocity of u at an angle theta with the horizontal. Derive the expression for the time of flight of the stone. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പഠിച്ചിരിക്കണം. t = 2u sin theta by g എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്നത്. ഗ്രാഫ് വരയ്ക്കാനൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. നമുക്ക് എക്സ് ആക്സിസിൽ യു കോസ് തീറ്റ, വൈ ആക്സിസിൽ യു സൈൻ തീറ്റയാണ്. ആരാണ് അവിടെ കോൺസ്റ്റന്റ്? യു കോസ് തീറ്റ ഒരു കാരണവശാലും മാറത്തില്ല, യു സൈൻ തീറ്റ മാത്രമേ മാറുള്ളൂ. അതുകൊണ്ടാണ് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈൽ അറ്റ് ദ മാക്സിമം ഹൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു കോസ് തീറ്റ ആണ് അവിടെ ഉണ്ടാവുക, യു സൈൻ തീറ്റ 0 ആയിരിക്കും. ഓക്കെ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ഹയസ്റ്റ് ഹൈറ്റ്. അപ്പം അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജി ഉണ്ടോ? വേറെ രീതിയിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 mv² അല്ലേ? അപ്പം നമുക്ക് മാക്സിമം ഹൈറ്റിൽ 12 m × യു കോസ് തീറ്റ മാത്രമേ വരുള്ളൂ. അപ്പോൾ u² cos² തീറ്റ മാത്രം അവിടെ കൊടുത്താൽ മതി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. u² cos² തീറ്റ കണ്ടോ, 12 m u² cos² തീറ്റ. 19ാമത്തെ ചോദ്യം. The figure shows 3 paths for a football kicked from the ground level with the same velocity. Ignore the effects of air resistance. Derive an equation for the maximum height of this football. നമ്മൾ ഈ പടം തരുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തോ ആണ് ചോദിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ മാത്രമാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ്? u² sin² തീറ്റ ബൈ 2g. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? u² sin 2θ ബൈ g. നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? 2u sin θ ബൈ g ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. വീണ്ടും ഇതേ ചോദ്യം റിപ്പീറ്റഡ്ലി ചോദിച്ച കാര്യങ്ങളാണ്. ഇത് എന്തായാലും പഠിക്കണം കേട്ടോ, എന്തായാലും പഠിക്കണം. ഒരു കാരണവശാലും ഇത് ഒഴിവാക്കിയിട്ട് പോകരുത്. അടുത്തത്, a stone tied to the end of a string 80 cm long is whirled in a horizontal circle with a constant speed. If the stone makes 40 revolutions in 25 seconds, what is the magnitude and direction of the centripetal oscillation of the stone? എൻ്റെ മക്കളെ ഇത് ശ്രദ്ധിച്ചോളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ എന്തൊക്കെയോ തന്നിരിക്കുന്നു എന്ന് തോന്നും. ഒന്നുമില്ല, ഒരു സ്റ്റോൺ ഒരു കയറിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുക അല്ലേ? ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോൺ ഉണ്ട്, ഇതാണ് കയറെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ കറക്കുമ്പോൾ ഈ ലെങ്ത്ത് തന്നിരിക്കുന്ന എന്താണ്? 80 cm. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? റേഡിയസ് = 80 cm, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 × 10⁻² മീറ്ററിനോ അല്ലെങ്കിൽ 0.8 മീറ്റേഴ്സെന്നോ എഴുതുക. കോൺസ്റ്റന്റ് സ്പീഡിലാണ് കറക്കുന്നത്. 14 revolutions in 25 seconds തന്നിരിക്കുന്നത്. ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് 14/25 എന്ന് തന്നിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം ആക്സിലറേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v²/r ആണ് അല്ലേ? ഈ v²/r ഈ പിന്നെന്താണ് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ന ആക്സിലറേഷൻ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. ആക്സിലറേഷൻ്റെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ v²/r ആണ്. അപ്പോൾ വിക്ക് പകരം നമുക്ക് r ω എന്ന് കൊടുക്കാം. ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. യൂണിഫോം സർക്കുലർ മോഷൻ ഈ വരുന്ന ടോപ്പിക്കിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ v² നമ്മൾ r² ω²/r എന്ന് കൊടുക്കുക. ഇതും കട്ടായി ബാക്കി എന്താ വന്നത്? r ω² എന്ന് വന്നു അല്ലേ? r ω² എന്ന് വന്നോ? യെസ്. ഇനി നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/t എന്നുള്ള റിലേഷനും ഉണ്ട്. അതുപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നുള്ള റിലേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ = r × ഒമേഗയ്ക്ക് പകരം 2π/t² അത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആക്സിലറേഷനും ഫ്രീക്വൻസി. അപ്പോൾ r × 2πν². ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയില്ലേ? നമ്മൾക്ക് റേഡിയസും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എടുത്താൽ പോരെ? യെസ്, ആ ഇക്വേഷൻ എടുത്താൽ മതി. നമ്മൾ ആ ഇക്വേഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ n എന്ന് പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. അതെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ വരും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ = r × 2πν² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യൂ ആണ്, ഫ്രീക്വൻസി ആണ്. അപ്പോൾ r × 4π² × ν². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. r × 4π² × ന്യൂവിന് പകരമാണ് 14/25 അല്ലേ? ഹോൾ². അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ്. മിസ് തന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് തന്ന ഒരു സംഭവമാണ്. പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രാഡീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് താഴെയായിട്ട് ഡെറിവേഷൻ ഓഫ് റിസൾട്ടൻറ്റ് മാഗ്നിറ്റ്യൂഡും എഴുതാനായിട്ട് ചോദിക്കുന്നത്. R = ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ആംഗിൾ കണ്ടുപിടിക്കാൻ പറയുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. F.D = FD cos θ ആണ്. ഇതൊരു ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. FD cos θ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ cos θ = F.D ഡിവൈഡഡ് ബൈ F × D അല്ലേ വരിക. ഇനി F.D A.B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AX BX + AY BY + AZ DZ എന്നാണ് ചെയ്യുക. അപ്പോൾ AX BX എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 3 × 5. ഞാനിവിടെ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. A × 5 ദാറ്റ് ഈസ് 15 പ്ലസ് 4 × 4 എന്താണ്? 16 പ്ലസ് -5 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടണത്? -5 എന്ന് പറയുമ്പോൾ -15 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? √ Fx² + Fy² + Fz² ചെയ്യുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് F കിട്ടും. അതുപോലെ തന്നെ ഡിയുടെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ √3² എത്രയാണ്? 9 + 16 + 25 × √3² ദാറ്റ് ഈസ് 9 + 16 + 25. രണ്ടും സെയിം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ ഇതൊന്നും ക്യാൻസലായി 16 ഡിവൈഡഡ് ബൈ ഇത് ഇത് ചെയ്യുമ്പോൾ റൂട്ടിൻ്റെ റൂട്ട് എന്താണ്? നമുക്ക് 2 തന്നെയാണ് അല്ലേ. അതായത് √x × √x എന്ന് പറയുമ്പോൾ x തന്നെയാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 9 + 16 + 25. 9 + 16 + 25 എത്രയാണ്? 16 + 25 + 25 16/50 വരും. 16/50 അല്ലേ. ആ 16/50 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്ത് സാധനമാണ്? cos 30 ആണ് 16/50. അപ്പോൾ θ = cos ഇൻവേഴ്സ് ഓഫ് 16/50 നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡിഗ്രീസിലും മിനിറ്റ്സിലേക്ക് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആ കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടുന്ന ആൻസർ അത് അങ്ങോട്ട് എഴുതി വെച്ചാലും മതി കേട്ടോ. അത്രയാണ്. അപ്പോൾ ഈ സംഭവം മനസ്സിലായോ? എന്തുവാണ് ചെയ്യേണ്ടതെന്നുള്ളത്? എന്താ ചെയ്യേണ്ടത്? നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ F.Dയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ √Fx dx പ്ലസ് അല്ല √ വേണ്ടല്ലോ, സോറി, ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ Fx dx + Fy dy + Fz dz ആണ് ചെയ്യേണ്ടത്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് F കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? √Fx² + Fy² + Fz² ചെയ്യാം. ഈ രണ്ട് സംഭവങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിനി cos θ കണ്ടുപിടിക്കാം. cos θ = എന്താ കിട്ടുന്നത്? F.D ഡിവൈഡഡ് ബൈ √Fx² + Fy² + Fz² ഇൻറ്റു √dx² + dy² + dz² എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് സംഭവം നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. യെസ്, അടുത്ത നോക്കൂ. A ball is projected at an angle theta with the horizontal. What is the path followed by this ball? തീറ്റ ആംഗിൾ എറിയുന്ന ഒരു ബോൾ ഏത് പാത്തിലാണ് പോവുക? പാരബോളയിൽ. വേറെ ഏത് പാത്തിലാണ് പോവുക അല്ലേ? പ്രൊജക്ടൈൽ മോഷൻ്റെ പാത്ത് എന്ന് പറയുന്നത് പാരബോളിക് ആയിരിക്കും. ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ ദ പാത്ത് ഫോളോഡ് ബൈ ദ ബോൾ. അതായത് നമ്മൾക്കിവിടെ പാരബോളിക് ഇക്വേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട സംഭവം. അതായത് നമ്മൾ ഈ ഇക്വേഷനാണ് തുടങ്ങുക. പാരബോളയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ വെർട്ടിക്കൽ മോഷനാണ് എടുക്കേണ്ടത്. കാരണം പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും ഉണ്ട്. അപ്പോൾ S = ut + ½ at²ൽ S = y എന്ന് പറയുന്നത് y ആയിട്ട് കൊടുക്കുക. അതുപോലെ y = u അതാ S = ut + ½ at² ഇക്വേഷൻ. വെർട്ടിക്കൽ മോഷനിൽ നമ്മൾ S y എന്ന് കൊടുക്കുക. u എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷനിൽ u sin θ ആണ്. a എന്ന് പറയുന്നത് -g ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. y = u sin θ - ½ gt² എന്ന് വന്നു അല്ലേ. ഓക്കെ, അതിനകത്ത് നിന്ന് നമുക്ക് t² പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ് ആക്സിസിൽ എടുക്കാം. എക്സ് ആക്സിസിൽ എടുക്കുന്ന കേസിൽ x = ഹൊറിസോണ്ടൽ മോഷനിൽ എന്താണ് വരുന്നത്? u cos θ × t എന്ന് വരും.
ആക്സിലറേഷൻ 0 ആണ്. ഹൊറിസോണ്ടൽ മോഷനിൽ വെലോസിറ്റി മാറാത്തത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വെർട്ടിക്കൽ മോഷനിൽ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി ഹൊറിസോണ്ടൽ മോഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് t = x/u cos θ എന്ന് കിട്ടി. x/u cos θ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ടിയുടെ ഇക്വേഷൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനൊന്നുകൂടെ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഇത് നോക്ക്, നമ്മുടെ ഇക്വേഷൻ എന്താണ്? s = ut + ½ at² ആണ് അല്ലേ? അതിനകത്ത് നമ്മൾ വെർട്ടിക്കൽ മോഷൻ എടുക്കുന്ന സമയത്ത് s y എന്ന് കൊടുത്തു, യുക്ക് u sin θ എന്ന് കൊടുത്തു, ടൈമിന് പകരം ടൈമാണ് നമുക്കറിയില്ല, ടൈം അവിടെ നിൽക്കട്ടെ, ആക്സലറേഷൻ വരെ -g എന്ന് കൊടുത്തു. അപ്പോൾ y = u sin θ × t -½ gt² എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ മോഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എസ്സിന് പകരം എക്സ് കൊടുത്തു, യുവിന് പകരം u cos θ എന്ന് കൊടുക്കുക. കാരണം ഹൊറിസോണ്ടൽ മോഷനിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos θ ആണ്. ആക്സിലറേഷൻ 0 ആയിരിക്കും, കാരണം ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി അലോങ് ഹൊറിസോണ്ടൽ മോഷൻ. അപ്പോൾ ആക്സിലറേഷൻ 0 ആണ്, വെലോസിറ്റി മാറുന്നില്ല എന്നുള്ള കേസിലൊക്കെ ആക്സിലറേഷൻ 0 ആയിരിക്കും. എപ്പോഴും ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ സാധനങ്ങൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. x = u cos θ × t -0 എന്നല്ലേ വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ടൈം t = x/u cos θ എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് 0 ആയിപ്പോയി അല്ലേ? അപ്പോൾ ഇത് എഴുതി. ഇനി ഈ t എടുത്ത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. y = u sin θ × tക്ക് പകരം x/u cos θ എന്നും -½ g × tക്ക് പകരം t² വരുന്നതുകൊണ്ട് x²/u² cos² θ എന്ന് എഴുതി അല്ലേ? ഇവിടെ sin θ u കട്ടായി. sin θ cos θ എന്ന് പറഞ്ഞാൽ tan θ ആണ്. അപ്പോൾ x tan θ -½ ഇവിടെ ഹാഫും ജിയും x²ഉം ഹാഫും ജിയും u cos θയും കോൺസ്റ്റൻസ് ആണ്. അപ്പം ഞാനത് മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പകരം ഒരു k അങ്ങോട്ട് കൊടുക്കാം. ഇതിന് പകരം ഇത്രയും സാധനങ്ങൾക്ക് പകരം k കൊടുത്തു, -kx². ഇത് നമുക്ക് y കിട്ടിയത്. ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് y = x tan θ - k². നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും y = k² ഇസ് ദ ഇക്വേഷൻ ഫോർ എ പാരബോള എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ദിസ് ഇസ് y = x tan θ - k² എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് പാരബോളയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? x + bx² എന്നുള്ള ഫോമിലേക്ക് ആക്കി. സോ അതൊരു പാരബോളയാണ്, നമ്മുടെ പാത്ത് പാരബോളയാണെന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇനി ഇതാ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. ക്രിക്കറ്റ് ബോൾ ഇസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 m/s. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 28 m/s തന്നിരിക്കുകയാണ്. തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണെന്ന്. h കണ്ടുപിടിക്കണം. എന്താണ് കുട്ടികളെ hന്റെ ഇക്വേഷൻ? h = u² sin² θ/2g. എല്ലാം തന്നിട്ടില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 28² × sin² 30/2 × -10. g മൈനസ് അല്ലേ? g മൈനസ് ആണ്. മൈനസ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. 9.8 എന്ന് കൊടുക്കാം. മൈനസ് കൊടുക്കണ്ട, 9.8 എന്ന് കൊടുത്താൽ മതി. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ സംഭവം കിട്ടും. ഇവിടെ വാല്യൂ ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. എന്ത്? sin 30 എന്ന് പറഞ്ഞാൽ 0.5 ആണെന്ന്. അപ്പോൾ നമുക്ക് ഹിൻ്റ് അടക്കം അവിടെ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ജാവലിൻ ഇസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 5 m/s ഫ്രം ദ ഗ്രൗണ്ട്. വാട്ട് ആർ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് മാക്സിമം ഹൈറ്റ്? അപ്പോൾ വെലോസിറ്റി മാക്സിമം ഹൈറ്റിൽ എന്താണ് വരിക? വെലോസിറ്റി വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. കാരണം u sin θ ആണ്. മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u cos θ ആണ്. 5 × cos 30 ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ ഇത്രയും കിട്ടി അല്ലേ? 4.33 m/s എന്ന് കിട്ടി. ആൻഡ് ആക്സിലറേഷൻ എന്താണ് വരിക? ആക്സിലറേഷൻ ഓൾവേസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് -9.8 m/s². Find the magnitude and direction of the resultant of two vectors a and b in terms of their magnitudes and angle theta between them. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ഡെറിവേഷൻ ചെയ്യുക. ഇതിനകത്ത് നിന്ന് ഹൊറിസോണ്ടൽ റേഞ്ച് തന്നിട്ടുണ്ട് 50 മീറ്റർ ആണെന്ന്, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഹൊറിസോണ്ടൽ റേഞ്ച്, അതായത് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 50 മീറ്റേഴ്സ്, ആംഗിൾ തന്നിട്ടുണ്ട് 15 ഡിഗ്രി. നമ്മൾ u ആണ് കണ്ടുപിടിക്കേണ്ടത്. ഉണ്ടോ? അപ്പോൾ എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് തന്ന ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുകയുള്ളൂ. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ r = u² sin 2θ/g ഈക്വൽസ് u എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ u²
ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ, ആർ ഇൻറ്റു ജി. ഇതിനെവിടെ നിർത്തിക്കോ, അതിനെവിടെ നിർത്തിക്കോ, ജി ഇങ്ങോട്ടേക്ക് എടുത്തോ. അപ്പോൾ ആർ ഇൻറ്റു ജി, എന്നിട്ട് സൈൻ 2 തീറ്റനെ താഴേക്ക് കൊണ്ടുപോവാ. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരത്തില്ല. ഇതാ ഇങ്ങനെയാണ് നമുക്ക് ആർ ഈക്വൽസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. ഈ ഇക്വേഷനകത്ത് നമുക്ക് യു സ്ക്വയർ കണ്ടുപിടിക്കണം. പലർക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ഉള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് യു സ്ക്വയർ ഒന്നും മാറ്റണ്ട, അവിടെ തന്നെ വെച്ചോ യു സ്ക്വയറിനെ. ജി മാത്രം ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ ആർ സ്ക്വയർ ജി ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ എന്ന് കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് യു സ്ക്വയർ എടുക്കണം. അയാൾ അവിടെ തന്നെ നിർത്തിക്കോ, ഇയാളെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അയാൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷനിലേക്ക് വരും. സൈൻ 2 തീറ്റ ഈക്വൽസ് യു സ്ക്വയർ അല്ലേ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഒക്കെ തന്നിട്ടില്ലേ? എന്തൊക്കെ തന്നിട്ടുണ്ട്? തീറ്റ തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ റേഞ്ച് തന്നിട്ടുണ്ട്. തീറ്റ 15 ഡിഗ്രിയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് 50 സ്ക്വയർ, 50 ഇൻറ്റു 50 ഇൻറ്റു ജി 9.8 എടുക്കുക, ഡിവൈഡഡ് ബൈ സൈൻ 2 ഇൻറ്റു 50, അതായത് സൈൻ 30. സൈൻ 30യുടെ വാല്യൂ എന്താ, 1/2 അല്ലേ. അപ്പം ഇത് നമുക്കിങ്ങനെ ചെയ്തുകൂടെ? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലേ? യു സ്ക്വയർ കിട്ടും അല്ലേ. ഓക്കെ, അപ്പം നോക്കട്ടെ, 50 ഇൻറ്റു 50 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ സൈൻ 30 ഈസ് 1/2. ഇത് മുകളിലേക്ക് പോകുമ്പോൾ 2 ഇൻറ്റു ഇങ്ങനെ വരും. ഓക്കെ, നൈസ്. അപ്പോൾ ഇനി ഇതിൻ്റെ യു സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്കിതിനെ യു കണ്ടുപിടിച്ചാൽ മതി. യു എത്ര വാല്യൂ വരുന്നത്? യു ഇസ് ഈക്വൽ ടു √980, ദാറ്റ് ഈസ് ഈക്വൽ ടു 31.3 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാമല്ലോ അല്ലേ? എന്ത് സുഖമുണ്ട്, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. അടുത്തതും റെഡ്യൂസ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആണ്, ചെയ്ത് പഠിക്കുക. ആൻഡ് ഇഫ് ദ ബോയ് ക്യാൻ ത്രോ ദ ബോൾ ടു എ മാക്സിമം ഹൈറ്റ് h, what is the maximum horizontal distance to which he can throw? Very important question. എത്ര ഹൈറ്റ് h വരെ എറിയാമെങ്കിൽ എത്രയായിരിക്കും അയാളുടെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? h is equal to u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി ആണ് അല്ലേ. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് അല്ലേ. അപ്പോൾ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തീറ്റ 90 ഡിഗ്രി. അപ്പോൾ യു സ്ക്വയർ ബൈ 2g അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമുക്ക് യു സ്ക്വയർ ബൈ ജി എന്ന് പറയാം. 1/2 ഇൻറ്റു ഡ്യൂ സ്ക്വയർ ജി. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് നോക്കിക്കേ, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി അല്ലേ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആണെങ്കിൽ സൈൻ 2 തീറ്റ 1 ആവണം. അതായത് ആർ മാക്സ് എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ ജി ആണ് അല്ലേ. അപ്പോൾ എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ മാക്സ്. എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ മാക്സ്. അതായത് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ പകുതി ഡിസ്റ്റൻസിൽ നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടും. മാക്സിമം ഓഫ് മാക്സിമം ഹൈറ്റ്, ഏറ്റവും ഹൈയസ്റ്റ് ഹൈറ്റ്. അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് 2 ടൈംസ് മാക്സിമം ഹൈറ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. 50 മീറ്റേഴ്സ് ഹൈറ്റാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു പ്രൊജക്റ്റൈലിൻ്റെ മാക്സിമം ഹൈറ്റ് എങ്കിൽ അയാളുടെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്തായിരിക്കും? 100 മീറ്റേഴ്സ് ആയിരിക്കും. കാരണം 50 ഇൻറ്റു 2 ചെയ്താൽ മതി. സംഭവം മനസ്സിലായോ? മാക്സിമം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് മാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സംഭവം ആംഗിളിൻ്റെ മൊത്തത്തിൽ 1 അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടെ ആംഗിളിൻ്റെ മൊത്തത്തിൽ 1 എന്ന് കൊടുക്കുമ്പോൾ യു സ്ക്വയർ ബൈ 2g ആണ് മാക്സിമം ഓഫ് മാക്സിമം ഹൈറ്റ്. യു സ്ക്വയർ ബൈ ജി ആണ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ മാക്സിമം കിട്ടുന്നത്. അത് എത്ര ആംഗിളിലാണ് കിട്ടുക? 45 ഡിഗ്രിയിലാണ്. പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം വരുന്നത് 45 ഡിഗ്രിയിലാണ്. ഓക്കെ, അടുത്തത് എ സൈക്ലിസ്റ്റ് സ്പീഡിംഗ് അറ്റ് 18 km/h on a level road takes a sharp turn without reducing the speed. Derive an expression for the same speed of the cyclist at the turning. Banking of roads in a derivation, ഒരു സൈക്ലിസ്റ്റ് ടേൺ ചെയ്യുന്ന ഡെറിവേഷൻ √(rg tan θ) എന്ന് വരുന്ന ഇക്വേഷൻ. സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ് √(rg tan θ) എന്ന് വരുന്നത്. അപ്പം ഈ സംഭവം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഒരാളിങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എപ്പോഴും, മീൻസ് നോർമൽ റിയാക്ഷൻ എപ്പോഴും പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും, വെയിറ്റ് താഴത്തേക്കായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഹൊറിസോണ്ടൽ റേഞ്ചിനെ ഒന്ന് രണ്ടായിട്ട് റിസോൾവ് ചെയ്യുക. ഇത് ആർ കോസ് തീറ്റയും ഇത് ആർ സൈൻ തീറ്റയും കിട്ടും. അയാളുടെ ബോഡി വെയിറ്റ് താഴത്തേക്കാണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? ആർ സൈൻ തീറ്റ, ഈ ആർ സൈൻ തീറ്റ വെച്ചിട്ടാണ് അയാൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r എന്ന് വരും. അതിനെ ഇക്വേഷൻ 1 ആക്കി വെക്കുക. പിന്നെ എന്താണ്? ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, ദാറ്റ് വിൽ ബി ബാലൻസ്ഡ് ബൈ ദ വെയിറ്റ്. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1/2 ചെയ്താൽ എന്താ വരുന്നത്? ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ, ആറും കട്ടാവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ വരും. mv²/r/mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v²/rg എന്ന് വരും.
നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ എന്ത് കിട്ടും, ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും, ഓർ വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. അതാണ് നമ്മളോട് ഡിറൈവേഷൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ബാങ്കിങ് ഓഫ് ഫ്ലോട്ട്സ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് നമ്മൾ μ0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്താ, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അത് വേറെ അല്ലേ. ഫ്രിക്ഷൻ ഇല്ലാത്തൊരു റോഡിൽ കൂടെ എത്ര സ്പീഡിലാണ് ഒരു വെഹിക്കിൾ ടേൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആ ഇക്വേഷൻ ചെയ്യേണ്ടത്. ഇത് ഒരു സൈക്ലിസ്റ്റിനെ ചോദിക്കുമ്പോൾ നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതാ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ പോലെ തന്നെ ചോദിക്കുന്നുണ്ട്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ് ഇസ് 0.1 വിൽ ദ സൈക്ലിസ്റ്റ് സ്ലിപ്പ് വൈൽ ടേക്കിംഗ് ദ ടേൺ. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്, വി ഇസ് ഈക്വൽ ടു മ്യൂ എസ് ആർ ജി ആണ് ഇക്വേഷൻ അല്ലേ. മ്യൂ എസ് ആർ ജി ആണ് വെലോസിറ്റി, അയാൾ ഇങ്ങനെ ടേൺ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി. മ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വെലോസിറ്റിയിൽ അയാൾക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. 0.1 ഇൻറ്റു റേഡിയസ് എത്രയാണ്, 3 എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു 9.8 ചെയ്തു. അത് 9.8 ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇയാൾ ശരിക്കും പോകുന്ന വെലോസിറ്റി എത്ര, കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുക. അയാൾ സൈക്ലിസ്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ പെർ അവർ ആണ്. ദാറ്റ് ഈസ് 18 ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കട്ടായിട്ട് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അയാൾ പോകുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. എത്ര സ്പീഡിൽ അയാൾ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചത്. എത്ര വെലോസിറ്റിയിൽ അയാൾ പോകാൻ പാടുണ്ടായിരുന്നുള്ളൂ ശരിക്കും, മാക്സിമം 1.73 മീറ്റർ പെർ സെക്കൻഡിലാണ് ആ റോഡിൽ കൂടെ പോകാൻ പാടുള്ളൂ. പക്ഷേ അയാൾ എത്ര മീറ്റർ പെർ സെക്കൻഡിൽ ആ സൈക്ലിസ്റ്റ് പോകുന്നത് നോക്കിക്കുക, 5 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും, സ്ലിപ്പ് ചെയ്ത് താഴെ വീഴും. ഓക്കെ, യെസ്. ഇനി വീണ്ടും ഇങ്ങനെ ഒരു ഡയഗ്രം തരും. ഡയഗ്രം തന്നിട്ട് ഏതൊക്കെ ഫോഴ്സസ് ആണ് എ ബി സി ആൻഡ് ഡി പറഞ്ഞേ. എ എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ്. കാറ് ചെരിഞ്ഞ് നിന്നാലും നമ്മുടെ നോർമൽ റിയാക്ഷൻ അതിൻ്റെ സർഫസിൽ തന്നെയായിരിക്കും, സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ എ ഇസ് നോർമൽ റിയാക്ഷൻ. ബി എന്താണ് വരുന്നത്, ദാറ്റ് ഇസ് വെയിറ്റ് ഓഫ് ദ ബോഡി. സി എന്താണ് വരുന്നത്, എന്ത് ഫോഴ്സ് ആണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഡി എന്താണ് വരുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും സർഫസിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും വരുന്നത്. ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് കേട്ടോ. ഇതാ കണ്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് കിട്ടാൻ പറ്റും. റൈറ്റ് ദ ഇക്വേഷൻ വിച്ച് ഇക്വേറ്റ് ഫോഴ്സസ് ഓൺ ദ കാർ അലോങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ ഡെറിവേഷൻ്റെ ഇടയിൽ വരുന്നതാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആരൊക്കെയാണ് ബാലൻസ് ചെയ്യുക, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ബാലൻസ് ചെയ്യുന്നത് ഒന്ന് ആർ കോസ് തീറ്റയാണ്. ഇതിനെ ഈ ആർ റിസോൾവ് ചെയ്യാൻ കിട്ടുക. ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു mg പ്ലസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് കിട്ടും അല്ലേ. ആർ കോസ് തീറ്റ തന്നെ ബാലൻസ് ചെയ്യുന്നത് mg പ്ലസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് കിട്ടും. അടുത്തത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണെങ്കിൽ ആർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ ആർ എന്ന് വരും. അതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡ്സിനകത്ത് വരുന്ന 2 സ്റ്റെപ്പ് ഇല്ലേ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇഫ് ദർ ഇസ് നോ ഹൊറിസോണ്ടൽ ആസലേഷൻ, ഇഫ് ദർ ഇസ് നോ വെർട്ടിക്കൽ ആസലേഷൻ എന്ന് പറഞ്ഞ 2 സ്റ്റെപ്പായിട്ട് എടുത്തിട്ടാണ് നമ്മളതിനെ സോൾവ് ചെയ്തെടുക്കുന്നത്. ഇനി സി പാർട്ട് എന്താണ്, സ്റ്റേറ്റ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനകത്ത് ഒരുപാടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. അതുപോലെ തന്നെ ഇറ്റ് ആക്ട്സ് ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദ സർഫസ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓഫ് ദ സർഫസസ് ഇൻ കോൺടാക്ട്. എങ്ങനെ വേണമെങ്കിലും എഴുതാം, പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. Next, a mass rests on a horizontal plane. The plane is gradually inclined with the horizontal until the mass just begins to slide. Find the equation for the coefficient of static friction between the block and the surface. അപ്പം ഒരു ബ്ലോക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിത് ആംഗിൾ ഓഫ് റീപ്പോസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. ആംഗിൾ ഓഫ് റീപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭവം ഒരു ചെറിയൊരു ബോഡി ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഇങ്ങനെ വെച്ചു. നമ്മളിങ്ങനെ മെല്ലെ അതിനെ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് കൊണ്ടുവരുമ്പം ഒരു ആംഗിളിൽ എത്തുമ്പോൾ ജസ്റ്റ് ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ സർഫസ് ആൻഡ് ദ ഇൻക്ലൈൻ സർഫസ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് റീപ്പോസ്. ഓക്കെ, അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബോഡിയുടെ വെലോസിറ്റി എല്ലാം ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ ബോഡി അവിടെ സ്ലൈഡ് ചെയ്യാതിരിക്കുകയുള്ളൂ. വെയിറ്റ് ഓഫ് ദ ബോഡി താഴത്തേക്ക്, നോർമൽ റിയാക്ഷൻ ഇങ്ങനെ വരും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരും, ബോഡി സ്ലൈഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക. അപ്പോൾ ഈ mgനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു, mg സൈൻ ആൽഫ mg കോസ് ആൽഫ. എന്തുകൊണ്ടാണ്, ഇത് ആൽഫ ആയതുകൊണ്ട് ഇതും ആൽഫ ആയിരിക്കത്തില്ലേ, അക്കോർഡിംഗ് ടു മാക്സ്. ഓക്കെ, യെസ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് ആംഗിൾസ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ബാലൻസ് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യുന്ന ആരൊക്കെയാണ്, എഫ് എസ് ഇസ് ഈക്വൽ ടു mg സൈൻ ആൽഫ ബാലൻസ്ഡ് ആയി. അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ ആർ ഇസ് ഈക്വൽ ടു mg കോസ് ആൽഫ. ഇക്വേഷൻ 1/n ചെയ്ത് കഴിഞ്ഞാൽ എഫ് എസ് ബൈ ആർ ഇസ് ഈക്വൽ ടു mg കോസ് സൈൻ ആൽഫ ബൈ mg കോസ് ആൽഫ. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫയാണ്. mg ബൈ എഫ് എസ് ബൈ ആർ എന്ന് പറയുന്നതാണ് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ മ്യൂ എസ് ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
ആംഗിൾ ഓഫ് റീപോസ്, ടാൻ ഓഫ് ആംഗിൾ ഓഫ് റീപോസ് ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നിരിക്കുന്നത്. ചിലപ്പോൾ മ്യൂസ് തരും, മ്യൂസ് തന്നിട്ടായിരിക്കും നിങ്ങളോട് ആൽഫ കണ്ടുപിടിക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് ആൽഫ തന്നിട്ട് മ്യൂസ് കണ്ടുപിടിക്കാനും ചോദിക്കുക. മ്യൂസ് തന്നിട്ട് ആൽഫ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ, ടാൻ ആൽഫ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂസ് എന്ന് ചെയ്താൽ മതിയല്ലോ അല്ലേ. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മുടെ റാങ്കിങ് ഓഫ് റോഡ്സ് തന്നെ. വാട്ട് ആർ ദ 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ കാർ? കാറിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സസ്: വെയിറ്റ്, നോർമൽ റിയാക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. There are an expression for the maximum safe speed of the car. ഹൊറിസോണ്ടൽ ലെവൽ റോഡാണ്, അപ്പോൾ റൂട്ട് ഓഫ് മ്യൂ ആർ ജി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാങ്ക്ഡ് റോഡ് ആണെങ്കിലാണ് നമ്മൾ മറ്റേ ഇക്വേഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, എ പേഴ്സൺ ഫയറിംഗ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ എക്സ്പീരിയൻസസ് എ ബാക്ക്വേർഡ് ജർക്ക്. എന്താണ് അതിനെ പറയുക? റീകോയിൽ വെലോസിറ്റി. റീകോയിൽ എന്ത് പ്രിൻസിപ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത് റീകോയിൽ. A bullet of mass 15 gram fired with a velocity of 100 meter per second from a gun of mass 2 kilogram. Find the recoil speed of gun. നമ്മൾ റീകോയിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. വി ഈക്വൽസ് മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. സ്മോൾ എം വി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആണ്. ക്യാപിറ്റൽ എം ഇസ് മാസ് ഓഫ് ദ ഗൺ ആണ്. ക്യാപിറ്റൽ ബി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ, ദാറ്റ് ഇസ് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. പിന്നെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഡെറിവേഷൻ തീർച്ചയായിട്ടും പഠിക്കണം. വീണ്ടും ഇടയിൽ കയറി വന്നതാണ്, 3rd ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമായിരുന്നു. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് അത് ആദ്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ലിഫ്റ്റിനകത്ത് ഒരു കുട്ടി നമ്മളൊരു വെയിങ് മെഷീൻ, ആ വെയിങ് മെഷീൻ എന്താ ശരിക്കും മെഷർ ചെയ്യുന്നത്? നമ്മുടെ നോർമൽ റിയാക്ഷനാണ് വെയിങ് മെഷീൻ മെഷർ ചെയ്യുക. ഈ വെയിങ് മെഷീൻ എടുത്ത് നമ്മളൊരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചു. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമ്മൾ വെയിങ് മെഷീൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ എന്താണ്? എം ജി, വെയിറ്റ് അല്ലേ. ഈ വെയിങ് മെഷീൻ തിരിച്ച് നമ്മളിലേക്ക് തരുന്നതാണ് റിയാക്ഷൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് 3rd ലോ. അപ്പോൾ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് വെയിങ് മെഷീൻ? എം ജി താഴേക്കുള്ളത് പോസിറ്റീവായിട്ടും നോർമൽ റിയാക്ഷൻ മുകളിലേക്കുള്ളത് നെഗറ്റീവായിട്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക, എഫ് ഇസ് ഈക്വൽ ടു എം ജി മൈനസ് ആർ എന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫോഴ്സിന് വരെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് ആർ എന്ന് എടുക്കുക. ഈ ഇക്വേഷൻ നമ്മളവിടെ വെച്ചു. ഇനി ഇതിനകത്ത് പല കേസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ബോഡി റെസ്റ്റിലാണ്, അതായത് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നില്ല, ആക്സലറേഷൻ 0. അല്ലെങ്കിൽ ലിഫ്റ്റ് മൂവ് ചെയ്തോട്ടെ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, അപ്പോഴും ആക്സലറേഷൻ 0 അല്ലേ വരിക. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആക്സലറേഷൻ 0 ആകുമ്പോൾ 0 ഇസ് ഈക്വൽ ടു എം ജി മൈനസ് ആർ എന്നും ആർ ഇസ് ഈക്വൽ ടു എം ജി എന്നും കിട്ടും. ആറിനെ പറയാൻ നമുക്ക് അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എം ജി എന്ന് പറയുന്നത് ട്രൂ വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് ട്രൂ വെയിറ്റും അപ്പാരൻറ്റ് വെയിറ്റും ഈക്വൽ ആണെന്ന് കിട്ടി. രണ്ടാമത്തെ കേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യാണ്. ബോഡി ഇൻ ദ സെൻസ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ്. ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണേ. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആക്സലറേഷൻ മൈനസ് കൊടുക്കുക. മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് എം എ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് ആർ എന്നല്ലേ വരുന്നത്. അപ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആക്സലറേഷൻ നെഗറ്റീവാണ്. മൈനസ് എം എ ഈക്വൽസ് എം ജി മൈനസ് ആർ, ആർ ഈക്വൽസ് എം ജി പ്ലസ് എം എ. ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം വന്നതുകൊണ്ടാണ് കേട്ടോ കട്ടായി പോയത്. ഓക്കെ, മൂന്നാമത്തത് നോക്കിക്കേ. മൂന്നാമത്തത് ആക്സലറേഷൻ പോസിറ്റീവാണ്. അതായത് ലിഫ്റ്റ് താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ പോസിറ്റീവാണ്. എം എ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് ആർ ആണ്. അതായത് ആർ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ. ബോഡി താഴേക്ക് വരുമ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് നമ്മുടെ ട്രൂ വെയിറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ലിഫ്റ്റ് പൊട്ടി താഴത്തേക്ക് വീഴുക. അതായത് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ജി ആയിരിക്കും. അതായത് എം ജി ഈക്വൽസ് എം ജി മൈനസ് ആർ. അപ്പോൾ ആർ എന്താ വരിക? 0. ഇതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം, ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു വെയിറ്റ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്പ്രിംഗ് ബാലൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. എന്താണ് സ്പ്രിംഗ് ബാലൻസിൽ റീഡിങ് വരിക? 0 ആണ്. അപ്പോൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ലിഫ്റ്റ് ആണെങ്കിലും സ്പ്രിംഗ് ബാലൻസ് ആണെങ്കിലും ഒക്കെ ആർ ഈക്വൽസ് 0 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? ഒരു കുട്ടി 30 കിലോഗ്രാം ഉള്ള ഒരു കുട്ടി ലിഫ്റ്റിൻ്റെ അകത്ത് നിൽക്കുകയാണ്. എന്താണ് ആ കുട്ടി മുകളിലേക്ക് പോകുമ്പം എന്ത് സംഭവിക്കുക? അപ്പാരൻറ്റ് വെയിറ്റിന് കൂടും. ആർ ഈക്വൽസ് എം ജി പ്ലസ് എം എ അല്ലേ? യെസ്. അടുത്തത് അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ചൈൽഡ് നമ്മൾ കണ്ടുപിടിക്കുക. എക്സ്പ്രഷൻ എം ജി പ്ലസ് എം എ. അപ്പാരൻറ്റ് വെയിറ്റ് ഈ കുട്ടി ലിഫ്റ്റ് താഴേക്ക് വരുവാണെങ്കിൽ എന്താണ് ഈ കുഞ്ഞിൻ്റെ അപ്പാരൻറ്റ് വെയിറ്റ്? എം ജി മൈനസ് എം എ. അപ്പോൾ 30 × 10⁻5 ചെയ്യുക, 150 ന്യൂട്ടൺ കിട്ടി അല്ലേ. ഓക്കെ, അടുത്തത് അത് അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ലിഫ്റ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ എം ജി പ്ലസ് എം എ, ലിഫ്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ എം ജി മൈനസ് എം എ, ലിഫ്റ്റ് പൊട്ടി വീഴുവാണെങ്കിൽ ആർ ഈക്വൽ സി, ലിഫ്റ്റ് റെസ്റ്റിലിരിക്കുകയാണ് അല്ലെങ്കിൽ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആർ ഈക്വൽസ് എം ജി തന്നെ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷനാണ്, അതിനെ നമ്മൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്നാണ് പറയുന്നത്. എം ജി എന്ന് പറയുന്നത് ട്രൂ വെയിറ്റ് ആണ്. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി.
വീണ്ടും ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ചോദ്യം തന്നെയാണ്. അതെന്തായാലും എൻ്റെ ഡെറിവേഷൻ പഠിക്കുക. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി. അതിൻ്റെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം സെക്കൻഡ് ലോയും വെച്ചിട്ട് കണ്ടുപിടിക്കാൻ. അതായത് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഡി പി ബൈ അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെൻ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം സാറ്റിസ്ഫൈ ആവുള്ളൂ. അപ്പോൾ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആണ്. എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും, ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ പി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അടുത്തത് ബുള്ളറ്റ് ഓഫ് മാസ് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, മസിൽ സ്പീഡ് തന്നിട്ടുണ്ട്, റീകോൾ സ്പീഡ് ഓഫ് ദ ഗണ്ണ് കണ്ടുപിടിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വി ഈക്വൽസ് -mv ബൈ ക്യാപിറ്റൽ എം. വൈറ്റ് ഫാൻ ലാൻസറിലും മൈനസ് വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്പോഴും ഓർക്കുക, റീകോൾ വെലോസിറ്റി ആണെങ്കിൽ റീകോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഗണ്ണിൻ്റെ മാസ് ഡിനോമിനേറ്ററിലായിരിക്കും വരുന്നുണ്ടാവുക, ഓർത്താൽ മതി. എം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ, അതായത് മസിൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് മസിൽ സ്പീഡ്, ബുള്ളറ്റിൻ്റെ സ്പീഡിനെയാണ് മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ MU/ZZLE എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വീണ്ടും നമ്മുടെ വെഹിക്കിൾ ബാംഗ്ലൂർ റോഡിൽ പോകാനുള്ള ഡെറിവേഷൻ ചെയ്യേണ്ടതാണ്. അടുത്തത് നമ്മുടെ വർക്ക് എനർജി പവറാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയുണ്ട് ബാക്കി ചാപ്റ്റേഴ്സ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാന്ന് വെച്ചാൽ ഒരുപാട് നീളമായി പോവും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയുക, നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് മതിയോ അതോ ലൈവ് ക്ലാസ് ആയിട്ടോ വേണമോ എന്നുള്ളത്. ലൈവ് ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്താണ് വേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ കാരണം ലൈവ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു, ഇതാകുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷേ എന്താണോ നിങ്ങൾ താല്പര്യം പറയുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. എന്തിനും ഞാൻ റെഡിയാണ്. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർ, ഒന്നും തുടങ്ങിയിട്ടില്ല, നാളെ പരീക്ഷയാണ്, എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഇതിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയിരിക്കും. പാസ്സാവാനുള്ളതല്ല, അത്യാവശ്യം ഒരു 30 മാർക്കിനോളമുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. 30 അല്ലായെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, റെക്കോർഡ് ക്ലാസ് വേണോ ലൈവ് ക്ലാസ് വേണോ എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് അറിയിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഇത്രയും അങ്ങോട്ട് പഠിച്ചു തീരുമ്പോഴത്തേക്കും മിസ് വീണ്ടും വന്നിരിക്കും. ബൈ.